അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇദാ വഖഫ അലാ ഖബരിൻ ബകാ ഹത്താ യബുല്ല ലിഹിയതഹു ഫഖീല ലഹു തുസ്കറുൽ ജന്നത്തു വന്നാറു ഫലാ തുബ്കി وتبكي من هذا فقال إن رسول الله صلى الله عليه وسلم قال إن الكبر أول منزل من منازل الآخرة فإن نجا منه فما بعده أيسر منه وإن لم ينج منه فما بعده أشد منه رواه الترمذي. പ്രിയപ്പെട്ട റിയാദുസ്സാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ പ്രിയ പണ്ഡിതന്മാരെ, നരകത്തെക്കുറിച്ച് കേട്ടിട്ടും കരയാത്ത ആൾക്കാർ ആരാണ്? ചില മഹാന്മാർ അങ്ങനെയുണ്ട്. ഇമാം തുർമദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഇദാ വഖഫ അലാ ഖബരിൻ, ഖബറിന്റെ അടുക്കൽ നിന്നാൽ, ഖബർ കണ്ടാൽ, ബകാ ഹത്താ യബുല്ല ലഹിയതഹു, അദ്ദേഹത്തിന്റെ താടിയിൽ കൂടെ മുഖത്തിലൂടെ താടി രോമങ്ങൾ നനയുന്നതുവരെ, ലഹിയത്ത് നനയുന്നതുവരെ താടിയിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി താടികളും ഉള്ളായി നനയുന്നതുവരെ അദ്ദേഹം കരയുമായിരുന്നു. ഫഖീല ലഹു, അവരോട് ചോദിക്കപ്പെട്ടു, തുസ്കറുൽ ജന്നത്തു വന്നാറു ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, നരകത്തെക്കുറിച്ച് പറയപ്പെട്ടാൽ, സ്വർഗത്തെക്കുറിച്ച് പറയപ്പെട്ടാൽ നിങ്ങൾ കരയുന്നില്ല, ഖബർ കണ്ടാൽ എന്താണ് നിങ്ങൾ കരയുന്നത്? ഫഖാല ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, തീർച്ചയായും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ഖബർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ വീടുകളിൽ, ഭവനങ്ങളിൽ വെച്ച് ആദ്യത്തെ വീടാണ്. ആഖിറത്തിലേക്കുള്ള യാത്രകളിൽ വെച്ചുള്ള ആദ്യത്തെ യാത്രയാണ്. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം വളരെ തുച്ഛമാണ്, വളരെ എളുപ്പമാണ്. വൈലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നതെല്ലാം വളരെ കടുപ്പമുള്ളതാണ്, വളരെ ശക്തിയുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു, എന്താണ് പോയും ഇതു കണ്ട് വിരമിക്കുകയ സയ്യിദി ഇതിൽ നിന്ന്? തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രയ്ക്കുള്ള വഴിയാദ്യം ഇതാ, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വന്നഷ്ടമാ. സല്ലു വസല്ലിമു അലാ ഖൈറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു തആല ഖബറിൽ നിന്ന് നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. അതിലേക്കുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിലേക്കുള്ള മുഖ്യ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് 5 വക്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. ഖബറിൽ വെളിച്ചമേകുന്ന പുണ്യകർമ്മമാണെന്നും
ഹദീസിലൂടെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരവും മറ്റുള്ള അമാലുകളൊക്കെ ചെയ്ത് ആ ഖബർ ജീവിതം നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നോട് നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ, അതിനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.